ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ക്വാണ്ടം മെക്കാനിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു എന്തിനാണ് ക്വാണ്ടം മെക്കാനിക്സ് ലാസ്റ്റിലത്തേക്ക് വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് നമ്മൾ പുതുതായിട്ട് കുറേ കൺസെപ്റ്റുകളും കാര്യങ്ങളും ഇക്വേഷൻസും ഡെറിവേഷൻസും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. കുറേ പുതിയ പുതിയ ടേമുകളൊക്കെ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിത് ലാസ്റ്റിലത്തേക്ക് വച്ചത്. അപ്പോൾ നമ്മൾ എന്താണേലും ഇന്ന് മുതൽ വളരെ കുറച്ച് പോർഷൻസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വെടിക്ക് പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളൊരു ടോപ്പിക് കൂടെയാണിത്. അപ്പോൾ വളരെ കുറച്ച് പോർഷൻസ് വെച്ച് നമുക്ക് ഡെയിലി കവറപ്പ് ചെയ്ത് പോകുവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ആദ്യം ക്വാണ്ടം മെക്കാനിക്സിന് മുന്നേ നമ്മൾ എന്താണ് ഫോളോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് വന്നിട്ട് വളരെ കുറച്ച് നാളായതേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അല്ല, പുതിയ ക്വാണ്ടം നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നേയും സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. സയൻസിൽ പ്രോസസ്സും എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ക്വാണ്ടം മെക്കാനിക്സ് മോഡലിനെ ബേസ് ചെയ്തിട്ടല്ലായിരുന്നു. പിന്നെ എന്ത് മോഡലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? അതിന് മുന്നേ എങ്ങനെയായിരുന്നു? ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു? അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിൽ നിന്നും പഠിച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ പ്രോപ്പറായിട്ടുള്ള നോട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ബട്ട് എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ലെക്ചർ പോലെ നിങ്ങൾക്ക് കാണാം. ബട്ട് അതിനകത്ത് നമ്മൾ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത്. പക്ഷേ ആ ടെക്സ്റ്റിൽ പറയുന്ന പോലെ എല്ലാം വായിക്കുക, മനസ്സിലാക്കുക എന്നൊന്നും നമുക്കിപ്പം പോസിബിൾ അല്ല. ബട്ട് പറ്റുന്നിടത്തോളം പറഞ്ഞു പോകുക എന്നുള്ളത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. പക്ഷേ എല്ലാ സെൻറ്റൻസുകളും ഒന്നും വായിച്ച് അർത്ഥം പറയണമെന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേയധികം ടൈം നമുക്ക് വേണ്ടി വരും. ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സിലബസിൽ 17-18 മണിക്കൂറുകൾ കൊണ്ടാണ് ആ ചാപ്റ്റർ തീർക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഓരോ മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്താൽ പോലും നമുക്ക് അത്രയും ദിവസം വേണം. അപ്പോൾ അത്രയൊന്നും നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി 1 hour എടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡെയിലി നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രം എടുക്കാനാണ് നമുക്കുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വളരെ കുറച്ച് പോർഷൻസ് മാത്രമായിരിക്കും നമ്മൾ എടുക്കുക ഡെയിലി. നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ, മാക്സിമം ഒരു ½ hour, അതിന് മണ്ടയിൽ ഇതുവരെ ക്ലാസ്സൊന്നും എക്സ്റ്റെൻഡ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഒന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. മെയിൻ പോയിൻറ്റ്സ് മാത്രം കവർ ചെയ്ത് പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നോട്ടുകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിച്ച് നോക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതി ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. So, mechanics is a branch of physics dealing with the effects of forces on the motion of bodies. നമുക്കറിയാം, മെക്കാനിക്സിൽ ഫിസിക്സിൽ നമ്മൾ സാധാരണയായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ, അതായത് മൂവിങ് ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൂവിങ് ബോഡിക്ക് പല ചേഞ്ചുകൾ സംഭവിക്കുക. ഒന്നെങ്കിൽ അത് സ്പീഡിൽ പോകാം, അല്ലെങ്കിൽ അതിനെ മോഷൻ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആ ഒരു മൂവിങ് ബോഡിക്ക് സംഭവിക്കാം. അതിനുണ്ടാവുന്ന ആ ഒരു ഇഫക്ട്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്സ് എന്ന്. According to what it is known as the classical mechanics, the universe is composed of distinct elements or particles, each having a definite position and velocity. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സ് പ്രകാരം അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം പറയുന്നത്, ഓരോ നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ എലമെൻസും ചെറിയ പാർട്ടിക്കിൾസും ഒക്കെ വെച്ചിട്ടാണ്.
അതിലെ ഓരോ എലമെൻസിനും ഓരോ പാർട്ടിക്കിൾസിനും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പൊസിഷൻ കാണും, അതുപോലെ തന്നെ അതിലൊരു വെലോസിറ്റിയും കാണും. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് വരുന്നതിന് മുൻപ് പറഞ്ഞ് വച്ചിരുന്ന അല്ലെങ്കിൽ അന്ന് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരുന്ന ഒരു മെക്കാനിസത്തിനെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിസം അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ എലമെൻ്ററി പാർട്ടിക്കിൾസ് കൊണ്ടോ അല്ലെങ്കിൽ സ്മോൾ എലമെൻറ്റ്സ് കൊണ്ടോ ആണ്. ഓരോന്നിനും ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു വെലോസിറ്റി ഉണ്ടാവും, ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു പൊസിഷനും ഉണ്ടാവും. ദീസ് പാർട്ടിക്കിൾസ് ഇൻട്രാക്ട് വിത്ത് വൺ അനദർ ത്രൂ ഫോഴ്സസ് ഓഫ് ഡിഫറെൻറ്റ് നേച്ചർ. അപ്പോൾ ഇത് പരസ്പരം ഇങ്ങനെയുള്ള രണ്ട് പാർട്ടിക്കിൾസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത് പല ഫോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ്. The nature of these forces can be completely known and their effect can be used in predicting the motion of their interacting body. അപ്പം ഏത് ഫോഴ്സ് ഉപയോഗിച്ചാണ് ഈ പാർട്ടിക്കിൾസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത്, ആ ഫോഴ്സുകളെ പറ്റി നമുക്ക് പഠിക്കാനും പറ്റും. പിന്നെ അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, ആ ഒരു മോഷനിൽ ആ ഒരു ഫോഴ്സിനുണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ നമുക്കതിൽ നിന്നും ഈ മെക്കാനിക്സ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ Newtonian mechanics is a computational scheme based on Newton's law of motion. അപ്പം എന്താ പറയുക, ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടേഷണൽ സ്കീമാണ്. എന്തിൻ്റെ ബേസിൽ? ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ്റെ ബേസിൽ നടക്കുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു മെക്കാനിക്സാണ്. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആയതുകൊണ്ടാണ് അതിനെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നുള്ളൊരു പേരിൽ കൂടി അറിയപ്പെടുന്നത്. It could be successfully applied to a wide range of physical phenomena. Still, it is more or less clear to the beginning of 20th century that all over then well-known phenomena could be explained using classical mechanics and classical electromagnetic theory. To overcome this difficulty, a completely new scheme of mechanics, quantum mechanics, was developed. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുമാതിരി നമ്മുടെ ഒരു 20th സെഞ്ച്വറി വരെ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഒരു സൊല്യൂഷൻ, ഒരുമാതിരി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോസസ്സിൻ്റെയും സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിരുന്നത് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് വഴിയാണ്. കുറേ കാര്യങ്ങൾക്ക് അതിന് സൊല്യൂഷൻ പറഞ്ഞു തരാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഓരോന്നിനും ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ചില സാഹചര്യങ്ങളിലേക്ക് വന്നപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉത്തരം തരാണ്ട് വന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന പുതിയൊരു മെക്കാനിക്സാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആയിപ്പോൾ അല്ലേ. ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് ഉത്തരം തരാതെ വന്ന ചില പ്രക്രിയകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ യൂണിവേഴ്സിൽ നടന്നിട്ടുണ്ടാവും. അതിന് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്ത് വന്നത്. Name breakdown of classical mechanics. Classical mechanics, also known as Newtonian mechanics, explains successfully the motion of terrestrial and celestial bodies which are either directly observable or can be made observable through simple instruments like microscope or telescope. അതായത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ബോത്ത് ആർ സെയിം ഒല്ലി. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ടെലസ്കോപ്പ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ധാരാളം സെലസ്റ്റിയൽ ബോഡീസിനും ടെറസ്ട്രിയൽ ബോഡീസിനൊക്കെ കാണാറുണ്ട് അല്ലേ. അതായത് ആകാശത്ത് കൂടെ പോകുന്ന അല്ലെങ്കിൽ സ്പേസിൽ കൂടെ പോകും. നമ്മൾ ആകാശത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് പോകുന്ന സ്പേസിൽ കൂടെയാണ്. സ്പേസിൽ കൂടെ പോകുന്ന സാധനത്തിനെയൊക്കെ നമ്മൾ ടെലസ്കോപ്പൊക്കെ ഉപയോഗിച്ച് വളരെ അടുത്ത് കാണാനുണ്ട്. കാരണം മൂവിങ് ബോഡീസ് ആണെല്ലാം. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെ മോഷനെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിസത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് അത് ഏത് ഫോഴ്സ് ഉപയോഗിച്ചാണ് മൂവ് ചെയ്യുന്നത്, എത്ര കിലോമീറ്റർ സ്പീഡിൽ മൂവ് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ എന്താണ്, അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തരുന്നതിന് വേണ്ടിയിട്ട് ക്ലാസിക്കൽ മെക്കാനിസത്തിന് സാധിച്ചിട്ടുണ്ട്. ദ ലോസ് ഇൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് സാറ്റിസ്ഫാക്ടറിലി എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ ബിഹേവിയർ ആൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഇൻ ബൾക്സ്. അതായത് നമ്മുടെ ഫിസിക്കൽ ബിഹേവിയറും അതുപോലെ തന്നെ ബൾക്കായിട്ടുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ന്യൂട്ടോണിയൻ മെക്കാനിസത്തിന് സാധിച്ചിട്ടുണ്ട്. However, when the very same law was applied to very tiny particles such as electrons, protons, and neutrons and nuclei, which cannot be seen through the highest powered microscope then available, very difficult errors. For example, in microscope, the world of atoms
and molecules, energy, moment, etc. are not having the same meaning as in the classical mechanics. അതായത് നമ്മൾ ഈ ചെറിയ ഈ സെയിം മെക്കാനിക്സ് തന്നെ, അതായത് നമ്മൾ ഫിസിക്കൽ ബിഹേവിയറും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂവിങ് ബോഡീസിന് ഫിസിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ തരുന്ന അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഈ സെയിം ക്ലാസിക്കൽ മെക്കാനിസം തന്നെ നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന കേസിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടാണ്ട് വന്നു. These dynamical variables never vary continuous manner as an atom undergoes change from one state to another. This is against the laws in classical physics. പക്ഷേ എന്താ പറയുക, ഈ ഒരു വേരിയബിൾസിന്, അതായത് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എനർജി മൊമെൻറ്റം പോലുള്ള വേരിയബിൾസിന് പോലുള്ള വേരിയബിൾസ് എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് മാനറിലായിരിക്കില്ല വേരി ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഒരു വേരിയിങ് അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു എന്ന് പറയുന്നത് ഈ ക്ലാസിക്കൽ മെക്കാനിസത്തിനൊരു ഓപ്പോസിങ് ഫാക്ടറായിട്ട് വന്നു. ദസ് ടു ഇൻക്ലൂഡ് എ ന്യൂ കൺസെപ്റ്റ്, ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് ഓഫ് മാക്രോസ്കോപ്പിക് വേൾഡ് ഹാസ് ടു ബി മോഡിഫൈഡ്. ദിസ് സിറ്റുവേഷൻ gave rise to the birth of new branch of mechanics and so-called quantum mechanics. It is not to be thought that quantum mechanics is inapplicable to the macroscopic world. Really, the entire physics is quantum physics. The only thing is the laws of quantum physics are the most general laws of nature. അപ്പോൾ അങ്ങനെ ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നിന്നും അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിസത്തിൽ നിന്നും നമുക്കിതുപോലുള്ള എന്താ പറയുക, അതിന് ഓപ്പോസിങ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഈ ന്യൂട്ടോണിയൻ മെക്കാനിസത്തിനെ തന്നെ മോഡിഫൈ ചെയ്ത് വരുന്ന അങ്ങനെ ഒരു പുതിയ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്വാണ്ടം ഫിസിക്സാണ് നമ്മുടെ നേച്ചറിലെ പല ലോസിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നതായിട്ട് പിന്നീട് നമുക്ക് കാണാൻ പറ്റിയത്. സം എക്സാമ്പിൾസ് ടു ഷോസ് ദ ഇൻആഡിക്വസി ഓഫ് ക്ലാസിക്കൽ മെക്കാനിസം ആർ ഗിവൺ ബിലോ. അതായത് ക്ലാസിക്കൽ മെക്കാനിസത്തിൻ്റെ ഇൻആഡിക്വസി പറയുന്ന ടൈപ്പ് ഓഫ് കുറച്ച് എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ടെന്നാണ്. അതൊന്നും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം, അതുപോലെ തന്നെ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, പിന്നെ വന്നിട്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഇൻആഡിക്വസി ഓഫ് ക്ലാസിക്കൽ മെക്കാനിസം ആണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എന്താണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. With the development of nuclear theory of the atom, Rutherford established that an atom consists of light, negatively charged electrons and heavier positive nucleus having dimensions very small compared to atom. According to classical picture, an atom can be stable only if the negative charged electrons intensely revolve around the nucleus, but the revolving electron will expel at the centripetal acceleration. Any accelerated charged particle will radiate energy in the form of electromagnetic waves. As a result, the electron should lose energy continuously and it must spiral down into the nucleus. Hence, the atom cannot remain stable. This contradicts the observed fact as the atom always remains same. Thus, it is clear that the classical theory could not explain the stability of atom. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ക്ലാസിക്കൽ മെക്കാനിസം നമുക്ക് ശരിയായിട്ടുള്ളൊരു സൊല്യൂഷൻ തരാഞ്ഞത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം ആണ്. നമുക്കറിയാം നമ്മുടെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് റുദർഫോർഡൊക്കെ നല്ലൊരു ആറ്റമിക് മോഡലൊക്കെ സെറ്റ് ചെയ്തു. അതായത് ആറ്റത്തിൻ്റെ സെൻറ്ററിലായിട്ടൊരു പാർട്ടുണ്ട്, ന്യൂക്ലിയസ് ആണ്. അതിന് ചുറ്റിനും ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു റുദർഫോർഡൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ആറ്റമിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റിനും എന്തുണ്ട്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുവാണ്. അപ്പോൾ ഈ ക്ലാസിക്കൽ പിക്ചർ പ്രകാരം അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിസം എന്താ പറയുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഫോം ചെയ്യും. അതായത് റൗണ്ടിൽ കറങ്ങുന്ന ഇതിന് ഉണ്ടാകുന്ന ആക്സിലറേഷനാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അവിടെ ഫോം ചെയ്യും. ഇനി ഏതെങ്കിലും ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെൻട്രിപെറ്റൽ ആവാം, അല്ലാത്ത ആക്സിലറേഷൻ ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിലറേറ്റഡ് പാർട്ടിക്കിൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, എനർജീനെ റേഡിയേറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിൽ അതെന്ത് ചെയ്യും, ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ എനർജീനെ റേഡിയേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഇലക്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആക്സിലറേറ്റിംഗ് ബോഡി ആണെന്നുണ്ടെങ്കിൽ
അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിസം എന്ത് സംഭവിക്കും? ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിൽ അത് എനർജീനെ റേഡിയേറ്റ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്തു എനർജീനെ റേഡിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഇത് ന്യൂക്ലിയസിലേക്ക് എന്ത് ചെയ്യും? വന്ന് വീഴും. ഇലക്ട്രോൺസ് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതിൻ്റെ എനർജി എല്ലാം നഷ്ടപ്പെട്ട് ഇത് ന്യൂക്ലിയസിനുള്ളിലേക്ക് ഇലക്ട്രോൺസ് വന്ന് വീഴും എന്നാണ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിസം പറയുന്നത്. പക്ഷേ അപ്പോൾ എന്താ പറയുക, ആറ്റം സ്റ്റേബിൾ അല്ലാണ്ടാവും. സ്റ്റേബിൾ അല്ലാണ്ടായി മാറുമല്ലോ അപ്പോൾ ആറ്റം. കാരണം ഇലക്ട്രോൺസ് ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ആറ്റം അവിടെ സ്റ്റേബിൾ അല്ല എന്നാണ് ക്ലാസിക്കൽ മെക്കാനിസം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ നടക്കുന്നില്ല. ആറ്റം ന്യൂക്ലിയസിനുള്ളിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇലക്ട്രോൺസ് വന്ന് വീഴില്ല. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് അങ്ങനെ തന്നെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റം സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഫാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്ലാസിക്കൽ മെക്കാനിസത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, ക്ലാസിക്കൽ തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. അപ്പോൾ ക്ലാസിക്കൽ തിയറി പ്രകാരം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആക്സിലറേറ്റഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ അതെന്ത് ചെയ്യും? എനർജീനെ റേഡിയേറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എനർജീനെ റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എനർജി മുഴുവൻ നഷ്ടപ്പെട്ട് അത് ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴും എന്നാണ് പറയുന്നത്. അങ്ങനെ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ അവിടെ നഷ്ടപ്പെടും എന്നാണ് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിസം പറയുന്നത്. പക്ഷേ ഫാക്റ്റിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. സത്യത്തിൽ അങ്ങനെ നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റെബിലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ക്ലാസിക്കൽ മെക്കാനിസത്തിന് സാധിച്ചില്ല. ഇനിയും അടുത്ത ഫാക്റ്റാണ് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ക്ലാസിക്കൽ മെക്കാനിക്സ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് എ discrete set of lines. The wave numbers of these lines are 1 by lambda is equal to r into 1 by n1 square minus 1 by n2 square. R is the Rydberg constant. n1 and n2 are integers such that n2 greater than n1. അതായത് നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിസത്തിന് സാധിച്ചില്ല. ഇനിയും ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്ത് പല ലൈൻസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉള്ള ഓരോരോ ലൈൻസ് ഉണ്ട്. ഈ ഓരോ ലൈൻസിൻ്റെയും വേവ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് 1 by lambda is equal to r of 1 by n1 square minus 1 by n2 square. ഇവിടെ r എന്ന് പറയുന്നത് എന്താണ്? റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. n1 n2 എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഇൻറ്റിജർ ആവാം. പക്ഷേ n2 ഗ്രേറ്റർ ദാൻ n1 ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. പിന്നെ ലാംഡ വേവ് ലെന്താണ് 1 by lambda എന്ന് പറയുന്ന വേവ് നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലൈനിൻ്റെയും ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈനിൻ്റെയും വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണിത്. ഇനിയും n1 ആൻഡ് n2 ആർ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ദ ഇന്നർ ആൻഡ് ഔട്ടർ ഓർബിറ്റൽസ് റെസ്പെക്റ്റീവ്ലി. അപ്പം n1 n2 എന്ന് പറയുന്നത് ഇന്നർ ആൻഡ് ഔട്ടർ ഓർബിറ്റലിൻ്റെ quantum numbers ആണ്. From this equation it is clear that an excited hydrogen atom emits electromagnetic radiation of certain definite wavelength and not radiates of all wavelength continuously as expected in the classical physics. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രജൻ ആറ്റം എക്സൈറ്റ് ചെയ്യപ്പെട്ട, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ് തിരികെ വീണ്ടും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു വേവ് ലെങ്തും കാണും. അപ്പോൾ ഫിക്സ്ഡ് വേവ് ലെങ്തിലായിരിക്കും ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അതെന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നത്. അല്ലാതെ അപ്പം അത് ഓരോ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് പോകുന്നത് ഒരു ഫിക്സ്ഡ് ആയിരിക്കും. വേറൊരു ലൈനിൽ നിന്ന് വേറൊരു ലൈനിലേക്ക് പോയിട്ട് തിരിച്ച് എമിറ്റ് ചെയ്യുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങനെ ലൈൻ ടു ലൈൻ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എമിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ക്ലാസിക്കൽ മെക്കാനിസം പറയുന്നത് എന്താണ്? എല്ലാ റേഡിയേഷനും എമിറ്റ് ചെയ്യപ്പെടുന്ന സെയിം വേവ് ലെങ്തിനാണ്. പക്ഷേ അത് തെറ്റാണ്. ഓരോന്നിനും ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു വേവ് ലെങ്തിലായിരിക്കും ഈ ഒരു റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നത്. From the above discussion, it may be concluded that classical mechanism does not hold in region of atomic dimensions. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലാസിക്കൽ മെക്കാനിസത്തിനെ നമുക്ക് ആറ്റമിക് ഡയമെൻഷൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. ഫിസിക്കൽ ബിഹേവിയർ ആണെങ്കിലും ബൾക്കായിട്ടുള്ളൊരു പ്രോപ്പർട്ടീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും, ക്ലാസിക്കൽ മെക്കാനിസത്തിന് കഴിയും. പക്ഷേ ഒരു ആറ്റമിക് ഡയമെൻഷനിലേക്ക് പോയി കഴിയുമ്പോൾ ക്ലാസിക്കൽ മെക്കാനിസം പല കാര്യത്തിലും എന്താണ്? ഫെയിലിയറാണ് കാണിക്കുന്നത്.
അപ്പോൾ അതിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കി. ഇനി അടുത്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല ക്ലാസിക്കൽ മെക്കാനിസത്തിന്. അപ്പോൾ അതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ കാണാൻ പറ്റുന്നത്. Classical theory could not give a satisfactory explanation for black body radiation. ബ്ലാക്ക് ബോഡി റേഡിയേഷന് ശരിയായ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ തരുന്നതിന് ക്ലാസിക്കൽ മെക്കാനിസത്തിന് കഴിഞ്ഞില്ല. എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ഈസ് വൺ വിച്ച് അബ്സോർബ് ഓൾ ദ ഹീറ്റ് റേഡിയേഷൻസ് ഫാളിംഗ് ഓൺ ഇറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വേവ് ലെങ്ത്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ വേവ് ലെന്ത് ഏത് വേവ് ലെന്തും ആയിക്കോട്ടെ, പക്ഷേ അതിലേക്ക് വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യും. ഏതൊക്കെ വേവ് ലെന്തിലാണെങ്കിലും ശരി, അതിലേക്ക് വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ആ ബോഡീനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഇറ്റ്സ് നെയ്തർ റിഫ്ലക്ട്സ് നോർ ട്രാൻസ്മിറ്റ്സ് എനി റേഡിയേഷൻ ഫാളിംഗ് ഓൺ ഇറ്റ്. അതിലേക്ക് വന്ന് വീഴുന്നതിന് ട്രാൻസ്മിറ്റും ചെയ്യത്തില്ല, റിഫ്ലക്റ്റും ചെയ്യത്തില്ല, എല്ലാത്തിനെയും അത് അബ്സോർബ് ചെയ്യും. അതാണ് ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഹെൻസ് ഇറ്റ് അപ്പിയേഴ്സ് ബ്ലാക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നത്. The essential characteristic of such black body is that when heated to high temperature it emits full or total radiation. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇരിക്കുന്ന ബ്ലാക്ക് ബോഡി എല്ലാത്തിനെയും അബ്സോർബ് ചെയ്തിട്ടാണല്ലോ ബ്ലാക്ക് ബോഡി ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ബ്ലാക്ക് ബോഡീനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, വെരി ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് അത് അബ്സോർബ് ചെയ്ത ഫുൾ റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു. As the black body is a perfect absorber, it is also a perfect radiator. അപ്പോൾ എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു പെർഫെക്റ്റ് അബ്സോർബർ ആണെങ്കിൽ അതിനെ ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് കഴിയുമ്പോഴേക്കും അത് അബ്സോർബ് ചെയ്ത എല്ലാ റേഡിയേഷനും എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അതൊരു പെർഫെക്റ്റ് റേഡിയേറ്ററും കൂടെയാണ്. An ideal black body can be realized in practice by heating a hollow enclosure with a very small opening or orifice or to any desired temperature. Its inside surface is coated with a lamp black or platinum black. Radiation entering the cavity through hole falls on its blackened inner surface and is partially absorbed and partially reflected. The reflected component is incident at another point on the inner surface of seal and is again partially absorbed and partially reflected. The process continues repeatedly till most of the full incident beam is absorbed on the walls. Thus the cavity may be taken to have a unit absorptive power may be considered as the perfect black body. അപ്പോൾ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഒരു ബ്ലാക്ക് ബോഡീനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ, കാണാൻ പറ്റുന്നില്ല. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ, ഒരു ഹോളോ ആയിട്ടുള്ളൊരു ട്യൂബ് എടുക്കുക, അതിന് ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ ഉള്ളൊരു ഹോളോ ആയിട്ടുള്ളൊരു ഇതെടുക്കുക. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇതുപോലത്തെ. അപ്പോൾ ചെറിയൊരു ഓപ്പണിങ്ങോട് കൂടിയ വളരെ അകം പൊള്ളയായിട്ടിരിക്കുന്ന ഒരു ഇതെടുക്കുക. അതിലേക്ക് നമ്മളൊരു ഇനി ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നമ്മളതിൻ്റെ ഇന്നർ സർഫസ് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ലാമ്പ് ബ്ലാക്ക് കൊണ്ടോ അല്ലെങ്കിൽ പ്ലാറ്റിനം ബ്ലാക്ക് കൊണ്ടോ കോട്ട് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ ആ റേഡിയേഷൻ എൻ്റർ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ചെറിയൊരു ക്യാവിറ്റി, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫാളോൺസ് ബ്ലാക്ക് അതിലൂടെയാണ് നമ്മുടെ റേഡിയേഷൻ വരുന്നത്. അപ്പോൾ റേഡിയേഷൻ വന്നു കഴിഞ്ഞ് നമ്മുടെ ഇന്നർ സർഫസിൽ നമ്മൾ ബ്ലാക്ക് കൊണ്ട് കോട്ട് ചെയ്തിരിക്കുന്ന ഇന്നർ സർഫസ് ഉണ്ടല്ലോ, അപ്പോൾ ഇന്നർ സർഫസിൽ വന്നിട്ട് അതെന്ത് ചെയ്യുന്നു, ഇന്നർ സർഫസിലേക്ക് വരുന്നു. അവിടെ പാർഷ്യലി അബ്സോർബ് ചെയ്യുകയും പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടത് എന്ത് ചെയ്യുന്നു, വീണ്ടും അടുത്ത സൈഡിലേക്ക് പോകുന്നു. അവിടെയും പാർഷ്യലി അബ്സോർബ് ചെയ്യുന്നു, പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്യുന്നു, വീണ്ടും അടുത്ത സൈഡിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്നു. അപ്പോൾ അവിടെയും പാർഷ്യലി അബ്സോർപ്ഷൻ, പാർഷ്യലി റിഫ്ലക്ഷൻ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് വന്ന എല്ലാ റേഡിയേഷനും അത് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബോഡി ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. The heated inner walls of the cavity emits radiation, a part of which comes out of the orifice. This radiation are the characteristics of black body radiation. There can be radiations of all wavelengths. These radiations are independent of the nature of substance emitting them. Such radiations in uniform temperature enclosure is known as black body radiations. അപ്പം നമ്മളെ എന്താ പറയുക, ഇന്നർ വോള് എന്ത് ചെയ്യുന്നു, റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്ലാക്ക് കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്നർ ബോൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിയുമ്പോൾ അതെല്ലാത്തിനെ അബ്സോർബ് ചെയ്യും. പിന്നെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇന്നർ വോൾ, അതായത് നമ്മൾ ബ്ലാക്ക് കൊണ്ടൊക്കെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്നർ വോൾ ഈ അബ്സോർബ് ചെയ്ത എല്ലാ റേഡിയേഷനും എന്ത് ചെയ്യാൻ തുടങ്ങും, എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എമിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഇല്ലായിരുന്നു, ഒരു ഓറിഫീസ്, ആ ഓറിഫീസിലൂടെ ആയിരിക്കും ഈ എല്ലാ റേഡിയേഷൻസും പുറത്തേക്ക് വരിക.
അപ്പം അങ്ങനെ ആ വരുന്ന റേഡിയേഷന് എല്ലാ വേവ് ലെങ്തും കാണും. കാരണം ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഏത് വേവ് ലെങ്തിലുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പം തിരിച്ചത് എമിറ്റ് ചെയ്യപ്പെടുന്ന ആ റേഡിയേഷനകത്തും പല വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസ് കാണും. അപ്പം അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്. അപ്പം അങ്ങനെ കടന്നു വരുന്ന ആ ഒരു ഫേസിലൂടെ കടന്നു വരുന്ന ആ ടൈപ്പ് ഓഫ് റേഡിയേഷൻസിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്ന്. ആക്ച്വലി എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ഈസ് നോട്ട് അവൈലബിൾ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബോഡി നമുക്ക് അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എങ്ങനെയായിരിക്കണം? എല്ലാ വേവ് ലെങ്തിനെയും അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. The origin of radiations from a hot body is rapidly vibrating known as oscillator composing the body. According to Maxwell's electromagnetic theory, these oscillators emit radiation in the form of electromagnetic waves. അതായത് ഈ റേഡിയേഷൻസിൻ്റെയൊക്കെ എന്താ പറയുക, ഈ റേഡിയേഷൻ്റെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് ബോഡിയാണ്. എന്നിട്ട് നമ്മുടെ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. Known an oscillator composing a body. According to Maxwell electromagnetic theory, these oscillators emits radiation in the form of electromagnetic waves. അപ്പം മാക്സ്വെൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് വരുന്ന പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിലായിരിക്കും റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നുണ്ടാവുക. Figure 2 represents the variation in intensity E lambda of radiations emitted by a body with wavelength. A body is maintained at different steady temperature and corresponds to each temperature. A graph is plotted. The curves for different temperatures are more or less similar in shape. The following conclusions are arrived from the nature of the curves. The energy is not uniformly disturbed. നിങ്ങൾക്ക് കാണാമല്ലോ വേവ് ലെങ്ത് വേഴ്സ്, അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിൽ നിന്നും വന്നിരിക്കുന്ന അനലൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൺക്ലൂഷനാണ്. അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല, അതൊന്നും നിങ്ങൾക്ക് ചോദിക്കത്തുമില്ല, അതൊന്നും വേണ്ട. അത്രയും ഓർത്തിരിക്കുക. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനിയും ലോസ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ലോസ്, അതൊന്നും നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. On the basis of classical theory, attempts were made to explain the nature of curves. അതായത് ഈ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിരിക്കുന്ന ആ ഒരു കർവ് ഉണ്ടല്ലോ, അതായത് ഫിഗർ 2, അത് നമ്മുടെ എന്താ പറയുക ക്ലാസിക്കൽ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിൽ വന്ന കുറച്ച് ലോസ് ആണ്. അതായത് സ്റ്റീഫൻസ് ലോ, വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, അതുപോലെ തന്നെ റെയ്ലക്-ജീൻസ് ലോ, പിന്നെ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ് ആൻഡ് പ്ലാങ്ക്സ് ലോ ഓഫ് റേഡിയേഷൻ. അപ്പോൾ അങ്ങനെ നാല് ലോസാണ് വരുന്നത്. അപ്പോൾ ആ ലോസ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്നുള്ളത് മാത്രമേ നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ 4 ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ തന്നെ 4 ലോസാണ് പറയുന്നത്. സ്റ്റീഫൻസ് ലോ, വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, റെയ്ലക് ലോ, അതുപോലെ തന്നെ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ് ആൻഡ് പ്ലാങ്ക്സ് ലോ ഓഫ് റേഡിയേഷൻ കേട്ടോ. അപ്പോൾ അത് ഇത്രയും 4 ലോസ് പറയുന്നുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ വെയിൻ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും പഠിക്കാനില്ല. എനിക്കൊന്ന് 4ാമത്തെ മാത്രം കണ്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോഴും അല്ല, അത് പിന്നീട് നമ്മൾ കുറച്ച് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അത് നമുക്ക് വീണ്ടും പഠിക്കാം. അപ്പം നിങ്ങളിപ്പം എന്താ പറയുക, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോയുടെ അറ്റ്ലീസ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് സ്റ്റീഫൻസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, the intensity of total radiation is proportional to the 1/4 of the absolute temperature of the temperature. അതായത് ഈ proportional to T⁴. ഈ എന്താണ്? ടോട്ടൽ റേഡിയേഷൻ. ടി എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടോട്ടൽ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ 4th പവറിന് പ്രൊപ്പോർഷണലാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചു. അതാണ് സിഗ്മ എന്ന് പറയുന്നത് സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദിസ് ലോ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റീഫൻ-ബോൾട്ട്സ്മാൻ ലോ. ആസ് ബോൾട്ട്സ്മാൻ ഡിഡ്യൂസ് ദിസ് തിയററ്റിക്കലി, ഇറ്റ് ഈസ് നോൺ ആസ് 4th പവർ ലോ. അപ്പോൾ സ്റ്റീഫൻസ് ബോൾട്ട്സ്മാൻ ലോ എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഈ ഒരു ഇക്വേഷൻ തിയററ്റിക്കലി ഡെഡ്യൂസ് ചെയ്തെടുത്ത ബോൾട്ട്സ്മാൻ ആണ്, അല്ലെങ്കിൽ 4th പവർ ലോ എന്ന പേരിലും കൂടെ അറിയപ്പെടാറുണ്ട്. അതാണ് സ്റ്റീഫൻസ് ലോ. അതുപോലെ തന്നെ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ എം പ്രൊപ്പോർഷണൽ ടു 1/t ഓർ ലാംഡ എം ടി ഈസ് എ
കോൺസ്റ്റൻറ്റ്. അവിടെ ഇറ്റ് ഈസ് നോൺ ആസ് വെൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ദിസ് മീൻസ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് അറ്റ് ദ മാക്സിമം ഓഫ് സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T ആണ്. അപ്പം അങ്ങനെ അതാണ് എന്താ പറയുക വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റെയ്ലെഗ് ജീൻസ് ലോ ആണ്. ദറ്റ് ഈസ് E lambda d lambda is equal to 8 pi kt by lambda raised to 4 d lambda. അതാണ് ഈക്വേഷൻ. റെയ്ലെഗ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ലോ ആണല്ലോ, മൂന്നാമത്തെ ലോ ആയിട്ട് വരുന്നതാണ് റെയ്ലെഗ് ജീൻസ് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ ഈക്വേഷൻ ഇതാണ്. പിന്നെ നാലാമത് വന്നിട്ട് വരുന്ന പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസ് ആൻഡ് പ്ലാങ്ക്സ് ലോ ഓഫ് റേഡിയേഷൻ. അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് ഇതാണ്. ഇ ലാംഡ ഡി ലാംഡ ഈസ് ഈക്വൽ ടു 8 pi h c lambda raised to minus pi divided by e raised to h c by lambda kt minus entire term minus 1 d lambda. അതാണ് ഇക്വേഷൻ. അതിനകത്ത് ഓരോ ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ശരിയായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റിയിട്ട് നിങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ എന്താണെന്ന് എഴുതി വെക്കുക. എങ്ങനെ ഒരു ബ്ലാക്ക് ബോഡി മെയ്ഡ് ചെയ്യാമെന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 4 ലോസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 4 ലോസ്, അതിൻ്റെ ഇക്വേഷൻസും കൂടെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പോയിൻ്റ് എന്ന രീതിയിൽ എഴുതി വെക്കാം. അല്ലാതെ വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ ബാക്കി അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ലെക്ചറിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് കവർ ചെയ്യാം. സോ ഹിയർ ബൈ ഐ എം വൈൻഡിങ് അപ്പിങ്. Thank you.